തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട് LDF, ഭരണം പിടിച്ച UDF. സംസ്ഥാനത്ത് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വൻ നേട്ടം. വോട്ടെടുപ്പ് നടന്ന 31 സീറ്റുകളിൽ 17ഇടത്ത് UDF വിജയിച്ചു. 11 സീറ്റിൽ LDFും 3 വാർഡുകളിൽ BJPയും വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് 3 പഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായി. 15 സീറ്റുണ്ടായിരുന്ന ഇടതുമുന്നണി 11ലേക്ക് ചുരുങ്ങിയപ്പോൾ 4 സീറ്റ് അധികം പിടിച്ച UDF നേട്ടം 17ആക്കി ഉയർത്തി. BJPക്ക് 3 സീറ്റുകളാണ് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്നത്. തൃശൂർ ജില്ലയിലെ നാട്ടിക, പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ, ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് UDF LDFിൽ നിന്നും ഭരണം പിടിച്ചത്. പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തിലെ 4ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അലി തെക്കേത്ത് 28 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ചാണ്ടി തുണ്ടുമണ്ണിലായിരുന്നു LDF സ്ഥാനാർത്ഥി. UDF 8, LDF 7 എന്നിങ്ങനെയായിരുന്നു നേരത്തെ ഇവിടുത്തെ കക്ഷിനില. LDF അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച BJPയിൽ ചേർന്നതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കൊല്ലം കുന്നത്തൂർ പഞ്ചായത്ത് 5ാം വാർഡിൽ BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തു. ഈരാറ്റുപേട്ട നഗരസഭയിലെ കുഴുവേലി ഡിവിഷൻ UDF നിലനിർത്തി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി റുബീന നാസർ 100 വോട്ടുകൾക്കാണ് വിജയിച്ചത്. SDP-യാണ് 2ാം സ്ഥാനത്തെത്തിയത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും UDF വിജയിച്ചു. UDF സ്ഥാനാർത്ഥി സാന്ദ്രമോൾ ജിന്നി 753 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ ജുമാ മസ്ജിദ് വാർഡിൽ BJP സ്ഥാനാർത്ഥി ഗീതാ റാണി വിജയിച്ചു. 66 വോട്ടുകൾക്ക് BJP സീറ്റ് നിലനിർത്തുകയായിരുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 3ാം വാർഡിൽ പൂശപ്പള്ളിയിൽ UDF വിജയിച്ചു. മലപ്പുറം തൃക്കലങ്ങോട് പഞ്ചായത്തിലെ മരത്താണി വാർഡ് CPMൽ നിന്നും UDF പിടിച്ചെടുത്തു. 550 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ലീഗിലെ ലൈല ജലീൽ വിജയിച്ചത്. ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡ് UDFിൽ നിന്നും CPM പിടിച്ചെടുത്തു. കണ്ണൂർ ജില്ലയിലെ മാടായി പഞ്ചായത്തിലെ മാടായി LDF നിലനിർത്തി. 234 വോട്ടുകൾക്കാണ് CPM സ്ഥാനാർത്ഥി വിജയിച്ചത്. സംസ്ഥാനത്തെ 11 ജില്ലകളിലെ 31 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തുവന്നത്.